ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. മിഡ് വീക്ക് എവിക്ഷനിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ടാസ്കും അല്പനേരങ്ങൾക്ക് മുൻപ് പൂർത്തീകരിക്കപ്പെട്ടു. ഈ എവിക്ഷൻ പ്രക്രിയ അഭിമുഖീകരിക്കുന്നവർ 6 പേരാണല്ലോ. ഒന്നില് രണ ഫാത്തിമ, രേണു സുധി, അനീഷ്, സരിക, ഷാരിക, ഇത്രയും ആൾക്കാരാണല്ലോ. ഇവർക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ടാസ്ക് ആണ് അല്പനേരം മുൻപ് നടന്നത്. ആ ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് തന്നെയായിരുന്നു നടന്നിരുന്നത്. അവിടെ ഓരോരുത്തരുടെയും പേരുകൾ എഴുതിയ 6 ഫ്രിഡ്ജുകൾ വീതം നിരത്തി വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറേ അധികം സാധനങ്ങളും വാരി നിരത്തിയിട്ടുണ്ട്. ബസർ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും സഹായികൾ അവർക്ക് വേണ്ടി ഈ ഫ്രിഡ്ജിനകത്തേക്ക് മാക്സിമം ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ വാരി നിറയ്ക്കുക എന്നുള്ളതാണ്. ഏറ്റവും അധികം സാധനങ്ങൾ ഫ്രിഡ്ജിൽ ആരാണോ നിറച്ചു വെച്ചിരിക്കുന്നത് അവർക്കായിരിക്കും ടോപ്പ് പോയിന്റ് ലഭിക്കുക. അങ്ങനെ ബസർ ശബ്ദം കേട്ടു. തുടർന്ന് ഓരോ മത്സരാർത്ഥികളെയും സഹായിക്കുവാൻ നിൽക്കുന്നവർ അവർ ഓടിച്ചെന്ന് സാധനങ്ങൾ വാരുന്നു, ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവന്ന് വേഗം വേഗം നിറയ്ക്കുന്നു. അങ്ങനെ ബസർ ശബ്ദം കേട്ടപ്പോഴേക്കും മാക്സിമം എല്ലാവരും സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിറയ്ക്കാവുന്നിടത്തോളം നിറച്ചു കഴിഞ്ഞു. പിന്നീട് ഇതൊക്കെ കൗണ്ട് ചെയ്യുന്ന ടൈമാണ്. ഭയങ്കര ആഹ്ലാദത്തോടു കൂടിയാണ് കൗണ്ട് ചെയ്യുന്നത്. ആ കൗണ്ടിങ്ങിൽ ആദ്യം മുൻപിൽ നിന്നയാള് നമ്മുടെ അനീഷ് തന്നെയാണ്. അനീഷിന് അങ്ങനെ മുൻപിൽ വരാൻ കാരണമായി തീർന്ന ഘടകം ഒരു ടൂൾ ബോക്സ് ഉണ്ടായിരുന്നു. ആ ടൂൾ ബോക്സിനകത്ത് കണ്ടമാനം ടൂൾസുകളുണ്ട്. ഇതെല്ലാം ഓരോരോ ഐറ്റമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴേക്കും ഏകദേശം 68ഓളം സാധനങ്ങൾ വന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അനീഷ് നിൽക്കുന്നത്. മറ്റാർക്കും അനീഷിന്റെ 7 ഇല തടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഓരോരുത്തരുടെയും എണ്ണി തിട്ടപ്പെടുത്തി ഒടുവിൽ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ബിഗ് ബോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിങ്ങൾ അപ്പൂപ്പനെയും അമ്മുമ്മയെയും പാവക്കുട്ടിയെയും ഇതുപോലുള്ള ടൂൾസുകളും ഒക്കെയാണോ കൊണ്ടുവെക്കുന്നത്? ഇത്രയും കേട്ടപ്പോഴേക്കും എല്ലാവരും ഒന്നും ഞെട്ടി. ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് ഫ്രിഡ്ജിനകത്ത് ആൾക്കാർ കൊണ്ടുവെക്കാറുള്ളത്. അങ്ങനെയുള്ള ഐറ്റം മാത്രമേ കൗണ്ട് ചെയ്യുകയുള്ളൂ. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കൂട്ടം സാധനങ്ങൾ കിടപ്പുണ്ട്. അതിനകത്ത് കൊടയുണ്ട്, പെട്ടിയുണ്ട്, തലയണയുണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിടപ്പുണ്ട്. ബസർ അടിക്കുകയും വാരി കയറ്റുകയാണ് എല്ലാ ആൾക്കാരും കൂടി. ഇങ്ങനെ സാധനങ്ങൾ വാരിക്കൂട്ടുന്നതിൽ ലോജിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ബിഗ് ബോസ് പറഞ്ഞിരുന്നുമില്ല. പക്ഷേ കളി കഴിഞ്ഞപ്പോഴാണ് 7ന്റെ പണിയുമായിട്ട് ബിഗ് ബോസ് ഇറങ്ങിയത്. ഇതൊന്നും എണ്ണാൻ പറ്റില്ല. ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വെള്ളമുണ്ടെങ്കിൽ, ലിക്വിഡ് ഐറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളതെല്ലാം കളഞ്ഞിട്ട് പിന്നീട് ഭക്ഷണ സാധനങ്ങൾ കൗണ്ട് ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, മാതള നാരങ്ങയുണ്ട്, പിന്നെ പഴമുണ്ട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതെല്ലാം അടുത്തതായിട്ട് കൗണ്ട് ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ എണ്ണി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും മുൻപിൽ വന്നത് 47 സാധനങ്ങളുമായി 6 പോയിന്റോടുകൂടി ഒനിലാണ്. ഒനിലിന്റെ സഹായികളായിട്ട് നിന്നിരുന്നത് ഷാനവാസും അക്ബറുമായിരുന്നു. അവർ ഭക്ഷണ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനകത്തേക്ക് വാരിക്കൂട്ടിയത്. രണ്ടാമതായി എത്തിയത് രണ ഫാത്തിമയാണ്. 37ഓളം സാധനങ്ങൾ രണയുടെ സഹായികൾ രണയ്ക്ക് വേണ്ടി കളക്ട് ചെയ്തു. അതുകൊണ്ട് 5 പോയിന്റാണ് രണ ഫാത്തിമയ്ക്ക് ലഭിച്ചത്. 3ാം സ്ഥാനത്തേക്ക് എത്തുവാനുള്ള ഭാഗ്യമുണ്ടായത് രേണു സുധിക്കായിരുന്നു. 32 സാധനങ്ങൾ രേണു സുധിയുടെ സഹായികൾ കളക്ട് ചെയ്തു. രേണുവിന് 4 പോയിന്റ് ലഭിച്ചു. രേണുവിന്റെ പിറകിലായിട്ടാണ് അനീഷ് എത്തുന്നത്. അനീഷിന്റെ സഹായികളായ അപ്പാനി, ശരത്തിനും അനുമോൾക്കും 24 ഐറ്റം മാത്രമേ കളക്ട് ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് അനീഷിന് 3 പോയിന്റ് ലഭിച്ചു. പിന്നീടുള്ളത് സരികയാണ്. സരികയുടെ സഹായികൾ 23 ഐറ്റം കളക്ട് ചെയ്തു. 2 പോയിന്റ് അവർക്ക് ലഭിച്ചു. അവസാനമായി എത്തിയത് ഷാരിക KB ആണ്. 19 സാധനങ്ങളെ അവർക്ക് ലഭിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ പോയിന്റുമായിട്ട് ഷാരികയ്ക്ക് തൃപ്തിപ്പെടേണ്ടതായി വന്നു. 2 ടാസ്കുകൾ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 2 ടാസ്കുകളും കൂടി ചേർത്ത് വെക്കുമ്പോൾ വരുന്ന പോയിന്റ്, ഒനിലിന് കഴിഞ്ഞ കളിയിൽ നിന്നും 12 കോയിനായിരുന്നു കളക്ട് ചെയ്യുവാൻ പറ്റിയത്. 3 പോയിന്റ് ലഭിച്ചു. ഇന്ന് 6 പോയിന്റും കൂടി വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് 9 പോയിന്റായി. എന്നാൽ അല്പം കൂടി മുൻതൂക്കം രണ ഫാത്തിമയ്ക്ക് തന്നെയാണ്. കഴിഞ്ഞ കളിയിൽ 15 കോയിനുകൾ കിട്ടിയിരുന്നു. അതുകൊണ്ട് അവർക്ക് 6 പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രണയ്ക്ക് 5 പോയിന്റ് കൂടി കിട്ടി. അങ്ങനെ ടോട്ടൽ 11 പോയിന്റ്. 1ാം സ്ഥാനം രണ ഫാത്തിമയ്ക്കാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അടുത്തത് സരികയാണ്. 14 കോയിൻ കഴിഞ്ഞ ദിവസം കളക്ട് ചെയ്തതുകൊണ്ട് 5 പോയിന്റ് സരികയ്ക്കുണ്ടായിരുന്നു. ഇന്ന് 2 പോയിന്റും കൂടി തനിക്ക് കിട്ടി. അങ്ങനെ ടോട്ടൽ 7 പോയിന്റ്. രേണു സുധിക്ക് കഴിഞ്ഞ കളിയിൽ 14 കോയിൻ കളക്ട് ചെയ്യുവാൻ പറ്റി. 4 പോയിന്റ് ഉണ്ടായിരുന്നു. ഇന്നും തനിക്ക് 4 പോയിന്റ് ലഭിച്ചു. ടോട്ടൽ 8 പോയിന്റിലേക്ക് രേണു എത്തി. ഷാരിക KBക്കാകട്ടെ കഴിഞ്ഞ കളിയിൽ 9 കോയിൻ ലഭിച്ചതുകൊണ്ട് 2 പോയിന്റ് ലഭിച്ചു. ഇന്ന് 1 പോയിന്റ് കൂടി ലഭിച്ചു. അങ്ങനെ ടോട്ടൽ 3 പോയിന്റ്. അനീഷിന് 3 കോയിനായിരുന്നു കഴിഞ്ഞ കളിയിൽ കിട്ടിയത്. അതുകൊണ്ട് 1 പോയിന്റ് ലഭിച്ചുള്ളൂ. ഇന്ന് 3 പോയിന്റും കൂടി തനിക്ക് നേടുവാൻ കഴിഞ്ഞു. അങ്ങനെ ടോട്ടൽ പോയിന്റ് 4. ഏറ്റവും പിറകിൽ വരുവാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്ന അനീഷിന് 1 പോയിന്റ് ഷാരികയേക്കാൾ കൂടുതൽ നേടുവാൻ ഈ കളിയിൽ കൂടി കഴിഞ്ഞതുകൊണ്ട് ഷാരികയാണ് ഇപ്പോൾ ഏറ്റവും ബാക്കിൽ വന്നിരിക്കുന്നത്.
ഇനിയുള്ളത് അടുത്ത ഒരു ടാസ്ക് മാത്രമായിരിക്കും. അത് വളരെയധികം നിർണായകമാണ്. ഇപ്പോൾ ഏറ്റവും പിൻപിൽ നിൽക്കുന്നത് അനീഷും ഷാരിക കെബിയുമാണ്. അടുത്ത കളിയിൽ കൂടി അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല എങ്കിൽ തീർച്ചയായും മിഡ് വീക്ക് എവിക്ഷനിൽ കൂടി അവരായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്നും താൽക്കാലികമായി വിട പറയേണ്ടി വരുന്നത്. എന്തായാലും വളരെ മനോഹരമായൊരു ടാസ്ക് തന്നെയായിരുന്നു ഇന്നും നടന്നത്. ആ ഒരു ടാസ്കിൽ ബുദ്ധി ഉപയോഗിക്കുവാൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സാധാരണ ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യമാണ്. വീട്ടിലെ ടൂൾ ബോക്സും അതുപോലെ തലയണയും കൊടയും ഒന്നും എടുത്ത് അതിനകത്ത് ആരും വെക്കില്ല. പക്ഷേ ഇവിടെ ആക്ടിവിറ്റി ഏരിയയിൽ ഇത്രയും സാധനങ്ങൾ വാരിക്കൂട്ടുകയും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ ടാസ്ക് ലെറ്ററിൽ പരാമർശിക്കുകയും ചെയ്യാതിരുന്നത് കൊണ്ട് ഇതെല്ലാം വാരി അതിനകത്ത് കയറ്റേണ്ടതായിരുന്നു എന്നൊരു ചിന്തയാണ് ഇവർക്കെല്ലാവർക്കും വന്നത്. അതുകൊണ്ടാണ് കണ്ടതെല്ലാം അതിനകത്തേക്ക് വാരി കയറ്റിയത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റിൽ കൃത്യമായി കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുൻപിൽ വന്ന പലരും താഴെ പോയി. താഴെയായിരിക്കും എന്ന് പ്രതീക്ഷിച്ച പല ആൾക്കാരും അപ്രതീക്ഷിതമായി മുകളിലുമെത്തി. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. അടുത്ത ടാസ്കിന് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.